ആലക്കോട് കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട അഞ്ജു സോനവൻ്റെ മൃതദേഹം ഭർത്താവ് സോനു സെബാസ്റ്റ്യൻ്റെ ചെറുപുഴ കൊല്ലാടയിലുള്ള വസതിയിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി ആൾക്കാർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു മഞ്ഞപ്പുല്ലിൽ വെച്ച് അത്യാഹിതം സംഭവിച്ചത്. ഇടിമിന്നലേറ്റ് സോനുവിനും പരിക്കേറ്റിരുന്നു. 1.5 വർഷം മുൻപാണ് അഞ്ജുവിൻ്റെയും സോനുവിൻ്റെയും വിവാഹം നടന്നത്. അഞ്ജു പുളിങ്ങോം വില്ലേജ് ഓഫീസിലും സോനു സെബാസ്റ്റ്യൻ എക്സൈസ് വകുപ്പിലും ജോലി ചെയ്തു വരികയായിരുന്നു. ജോലി തിരക്കുകളിലെ ഒരിടവേള എന്ന നിലയിൽ വിശ്രമത്തിനായി എത്തിയപ്പോൾ ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് ഇവർക്ക് മിന്നലേറ്റത്. പൈതൽമലയുടെ ഭാഗമായ മഞ്ഞപ്പുല്ലിൽ പെട്ടെന്നുണ്ടായ മഴയും മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്തതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അഞ്ജു മരണപ്പെടുകയായിരുന്നു. കൊല്ലാടിയിലെത്തിച്ച മൃതദേഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് വേണ്ടിയും കണ്ണൂർ ജില്ലാ കലക്ടർക്ക് വേണ്ടിയും പുഷ്പചക്രമർപ്പിച്ചു. മൃതദേഹം അഞ്ജുവിൻ്റെ സ്വദേശമായ കോളയാട് ഉള്ളാന്തോട്ടത്തിലെ ദേവാലയത്തിൽ എത്തിച്ച് സംസ്കരിക്കും. കാക്കഞ്ചേരിയിലെ വാഴപ്പള്ളിയിൽ സെബാസ്റ്റ്യൻ്റെ മകനാണ് എക്സൈസ് ഉദ്യോഗസ്ഥനായ സോനു സെബാസ്റ്റ്യൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. ആത്മാക്കൾ തമ്പുരാന്റെ മനോടത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ആത്മാവിന്റെ മേലും